എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 24/7/2024 നടത്തിയ ഫാം വർക്കർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 91/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതെവിടെ? 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഓപ്ഷൻ ബി ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഓപ്ഷൻ സി ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുമുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. ദൃഢവും അയവുമുള്ളതായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി പാർലമെൻറ്റ്. തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് മൗലികാവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ പ്ലേറ്റോ. പ്ലേറ്റോൻ്റെ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നത്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നവോത്ഥാന നായകൻ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ് പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകൻ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, രാമകൃഷ്ണപിള്ള. തെറ്റ് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, രാമകൃഷ്ണപിള്ള എന്നതാണ് തെറ്റായിട്ടുള്ളത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്ന്? സവർണജാഥ നടത്തിയത് ഓപ്ഷൻ ബി 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. ഓപ്ഷൻ എ
EMS നമ്പൂതിരിപ്പാടിൻ്റെ രചനയാണ്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ ഓപ്ഷൻ സി 18ാമത്തേതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ. കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 ബന്ധമില്ലാത്ത പ്രസ്താവന. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചെന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് 1962, ISRO നിലവിൽ വന്നത് 1969, ആര്യഭട്ട വിക്ഷേപിച്ചത് 1975, ആദ്യത്തെ ചന്ദ്രയാൻ ദൗത്യം 2008. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ 4 തെറ്റായിട്ടുള്ളത്. ബൊക്കാറോ ഫ്രാൻസ് എന്ന ജോഡിയാണ് തെറ്റ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1951, 1956 പദ്ധതിയുടെ കാലയളവ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. 1951, 1956 പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. ഹാരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റുവിൻ്റെ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻ എ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായി ബൂം, മിസോ കുന്നുകൾ, ഹിമാദ്രി, ഗാരോ ഖാസി കുന്നുകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. പത്കായി ബൂം, മിസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതൽ. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. 22 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യക്ക് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കണ്ടുല, നെവാഷേവ, പാരദ്വീപ്, ഹാൽഡിയ.
ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ? ഓപ്ഷൻ ഡി 3ഉം 4ഉം. പാരദ്വീപ്, ഹാൽഡിയ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഓപ്ഷൻ എ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശൂർ, ചീയപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ചീയപ്പാറ പത്തനംതിട്ട. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി 680 മെഗാവാട്ട്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് തെറ്റായത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി 750 മെഗാവാട്ടാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരിയല്ലാത്തത്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളാണ് മലനാടുകൾ. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള സ്ഥലങ്ങൾ ഇടനാട് എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകൾ ഉൾപ്പെടുന്നവർ ആരെല്ലാം? KT ഇർഫാൻ, സിനി ജോസ്, ജിമ്മി ജോർജ്, അഞ്ജു ബോബി ജോർജ്. കേരള അത്ലറ്റുകൾ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. ജിമ്മി ജോർജ് ഒരു വോളിബോൾ താരമാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് യോജിക്കാത്ത പ്രസ്താവനകൾ. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പെരിയാർ വന്യജീവി സങ്കേതം. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ. കടൽ തീരമില്ലാത്ത ജില്ല ഓപ്ഷൻ സി പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകാത്ത ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നു പോകാത്ത ദേശീയ ജലപാത ഓപ്ഷൻ സി ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി.
ഓപ്ഷൻ എ കെടാവിളക്ക് പദ്ധതി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. ഓപ്ഷൻ സി വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ്. തന്നിരിക്കുന്നതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു, വി പി മേനോൻ, സർദാർ പട്ടേൽ, വി പി മേനോൻ, സർദാർ പട്ടേൽ, അംബേദ്കർ. ശരിയായത് ഓപ്ഷൻ സി സർദാർ പട്ടേൽ, വി പി മേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള. ഓപ്ഷൻ ബി നെല്ല്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു. ഓപ്ഷൻ സി അറബിക്ക. ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായത് ഓപ്ഷൻ എ 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. ഓപ്ഷൻ ബി കോഴിക്കോട്. 2021 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. 2021 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ. ഓപ്ഷൻ ഡി 107. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. ഓപ്ഷൻ സി ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ചെവി. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 4 ശരി. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം. ഓപ്ഷൻ എ പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ആര്? ഓപ്ഷൻ ഡി ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത്. ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ BARC. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. താപത്തിൻ്റെ SI യൂണിറ്റാണ് ഫാരൻഹീറ്റ്. താപനിലയുടെ SI യൂണിറ്റാണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 4 ശരിയായ പ്രസ്താവനകൾ. താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? പവർ വാട്ട്, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ, ബലം പാസ്കൽ. തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. ബലം പാസ്കൽ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. മർദ്ദം അളക്കാനുള്ള യൂണിറ്റാണ് പാസ്കൽ. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്. ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തതേത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്. ഓപ്ഷൻ ഡി ബാക്ക്ലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ.
2021 സെപ്റ്റിമേസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ. ഓപ്ഷൻ ബി ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ആണ് 2023 സെപ്റ്റിമേസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം. ഓപ്ഷൻ സി കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ ജലത്തിലൂടെയും ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗവുമാണ്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം. ഓപ്ഷൻ സി മലമ്പനി. ശരിയായ ജോഡി ഏത്? ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPT. ശരിയായ ജോഡി ഓപ്ഷൻ എ, ഒന്ന് മാത്രം. ക്ഷയം BCG എന്ന ജോഡിയാണ് ശരിയായിട്ടുള്ളത്. ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും നൽകുന്നത് DPT വാക്സിനും പോളിയോയ്ക്കും നൽകുന്നത് OPV വാക്സിനുമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകമേത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം. ഓപ്ഷൻ ബി ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തതേത്? ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേഹം, ഹീമോഫീലിയ. ജീവിതശൈലി രോഗമല്ലാത്തത് ഓപ്ഷൻ ഡി ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? മൃതസഞ്ജീവനിയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയിലുള്ള വാഹകജീവി. ഓപ്ഷൻ ബി വവ്വാലാണ് നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയിലുള്ള വാഹകജീവി. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? ഓപ്ഷൻ ഡി വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത്? ഓപ്ഷൻ സി അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി. ഓപ്ഷൻ എ വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ സി മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ സി പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ഓപ്ഷൻ ഡി മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. 2 - 5 + 6 - 6 × 5 + 3 ഓപ്ഷൻ സി 0. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ഓപ്ഷൻ ബി 36. 1/1 × 2 + 1/2 × 3 + 1/3 × 4 എത്രയാണ്? ഓപ്ഷൻ എ 3/4. 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഓപ്ഷൻ ഡി 4.8 കിലോമീറ്റർ. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 6%. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 750 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? ഓപ്ഷൻ ബി 130 ലിറ്റർ. 1/4 വർഗം എത്രയാണ്? ഓപ്ഷൻ ഡി 25/16. 0.12/0.3 × 0.4/0.2 × 0.6/0.4 വില എത്രയാണ്? ഓപ്ഷൻ സി 1.2. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? ഓപ്ഷൻ ഡി
5.25 കിലോഗ്രാം. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി 150. 20 × 15 - 8 പ്ലസ് 120 × 4 - 5 × 5 എത്രയാണ്? ഓപ്ഷൻ സി 145. 1, 2, 6, 15, 31 ഡാഷ് എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? ഓപ്ഷൻ എ 56. ഒറ്റയാന കണ്ടെത്തുക. ഓപ്ഷൻ സി 4:65. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 11-മതും ലത പുറകിൽ നിന്ന് 21-മതുമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഓപ്ഷൻ ബി 5. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര? ഓപ്ഷൻ ബി 32. സമാന ബന്ധം കണ്ടെത്തുക. HLKM EIHJ DGNP. ഓപ്ഷൻ ഡി ADKM. 2, 3, 5, 7, 11 ഡാഷ്. ഓപ്ഷൻ എ 13. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 125/625. 4 + 8 = 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? ഓപ്ഷൻ ബി 44. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? ഓപ്ഷൻ സി പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.